പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം മുതൽ. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതാതിൻ്റെ ക്ലേശം മതി. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് ആസ് എ കോയിൻസിഡൻസ് ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തു. വെബിനാറിൻ്റെ ടോപ്പിക് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വർക്ക് ലൈഫ് ബാലൻസ് ഒരു ഇഷ്യൂ ആകുന്നു. കാരണം വർക്ക് ലൈഫ് ബാലൻസിൻ്റെ പ്രോബ്ലം കാരണം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു യുവതി ആത്മഹത്യ ചെയ്യുകയൊക്കെ ഉണ്ടായത് ഈ അടുത്ത കാലത്താണല്ലോ. അപ്പോൾ ആ വെബിനാറിൽ പറയുന്ന കാര്യങ്ങൾ ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതെല്ലാം കുറേ ടെക്നിക്കുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ നല്ല കാര്യങ്ങൾ നമ്മുടെ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ടാകും നമുക്ക് ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ ടെക്നിക്കുകളോടൊക്കെ നമുക്ക് അത്രയ്ക്കൊരു മതിപ്പ് വരാത്തത്. കാരണം കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ ലൈഫിന് തന്നെയുള്ള മൊത്തത്തിലുള്ളൊരു ബാലൻസ് അത് പെർഫെക്റ്റാണ്. അപ്പം അതാണ് ഇന്നത്തെ വചനം പറയുന്നത്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം എന്താണ് അവിടുത്തെ രാജ്യം? കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. ഇറ്റ് ഈസ് എ ജേർണി, ഇറ്റ് ഈസ് ആൻ ഇൻക്വയറി, ഒരു അന്വേഷണമാണ്. അപ്പോൾ ക്രമേണ കർത്താവിൻ്റെ വചനമനുസരിച്ച്, വചനം ആസ്വദിച്ച്, വചനം പഠിച്ച്, വചനം ധ്യാനിച്ച്, അത് നമ്മുടെ ജീവിതത്തിൽ ക്രമേണ അത് നമ്മളിൽ നമ്മുടെ മാംസം വചനം ധരിക്കുമ്പോൾ ക്രമേണ ആ ദൈവഭാവങ്ങൾ നമ്മളിൽ പ്രകടമാകും. ദൈവരാജ്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും ദൈവം നമുക്കായി പ്രവർത്തിക്കും. ദൈവം നമ്മളെ കാത്തുകൊള്ളും. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യം ഉത്കണ്ഠയാണ്. മനുഷ്യർ നാളെക്കുറിച്ച്, നാളെ എന്ത് ധരിക്കും എന്നുള്ള ഉത്കണ്ഠകളാണ്. ബാങ്കിൽ ഒരു 2 കോടി രൂപ ഇട്ട് വെച്ചിട്ടും നാളെ എന്ത് ചെയ്യുമെന്നുള്ള ഉത്കണ്ഠയുള്ള മനുഷ്യരെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്.
പക്ഷെ അതിനുള്ള ഒരു ശാശ്വതമായ പ്രതിവിധി കർത്താവ് തന്നെ പറയുന്നു. ഇന്നത്തെ അധ്വാനം ഇന്നത്തേക്ക് മതി. നിങ്ങൾ നാളെക്കുറിച്ച് ആകുലരാകേണ്ട. നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുവിൻ. ദൈവത്തിൻ്റെ നീതിയിൽ വസിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടുമെന്ന് കർത്താവ് നമ്മളെ ഈ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവരാജ്യം അന്വേഷിക്കേണ്ടത്? ഒരു ഡെയിലി ഇൻട്രോസ്പെക്ഷൻ, അനുദിനം ഒരു ആത്മശോധന. നമ്മുടെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു? അത് വചനാധിഷ്ഠിതമായി കർത്താവ് പഠിപ്പിച്ച പോലെ തന്നെയാണോ പോയത്? അതോ ഇന്നത്തെ ദിവസത്തിൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാരൂപിയെ ദുഃഖിപ്പിക്കുന്ന രീതിയിലുള്ള വല്ല കാര്യങ്ങളും നമ്മൾ ചെയ്തുവോ? അപ്പോൾ അത് അങ്ങനെ നമ്മൾ ആത്മശോധന ചെയ്തു വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അവയെക്കുറിച്ച് പശ്ചാത്തപിക്കുക, വീണ്ടും അവ ചെയ്യുകയില്ലെന്ന് ഒരു പ്രതിജ്ഞ ചെയ്യുക, അവ ചെയ്യാതിരിക്കുവാനുള്ള കഠിന ഒരു വില്ലിങ്നെസ് അല്ലെങ്കിൽ ഒരു ശ്രമം നമ്മുടെ പക്ഷത്തു നിന്നുണ്ടാകുക. ക്രമേണ ആ വചനം നമ്മുടെ ഉള്ളിൽ വേരൂന്നുകയും നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായി തീരുകയും ചെയ്യും. നമ്മുടെ ടെൻഷനും വറിയും എല്ലാം കുറഞ്ഞു പോകും. നമ്മൾ നല്ല സമാധാനമുള്ള മനുഷ്യരായി മാറും. ആകെ കൂടി ചെയ്യേണ്ടത് ദൈവരാജ്യം അന്വേഷിക്കുക, കർത്താവിൻ്റെ നീതിയിൽ നിലനിൽക്കുക, ദൈവത്തെ പോലെ ആവുക. നമ്മുടെ കർത്താവ് അതിനു വേണ്ട മാതൃക നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ വചനമനുഷ്ഠിച്ച് വചനാധിഷ്ഠിതമായി ജീവിക്കുക, വചനം വായിക്കുക, ധ്യാനിക്കുക, അപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുക. അപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും സംതൃപ്തിയും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. ഈ ഒരു വേറെ ഒന്നിനും ഇത് നൽകാൻ സാധ്യമല്ല. ഈ ലോകത്തിന് കർത്താവ് നൽകുന്ന പോലെയുള്ള യഥാർത്ഥ സമാധാനവും സന്തോഷവും നൽകാൻ സാധ്യമല്ല. കാശില്ലാത്തവർ കാശുണ്ടാക്കാനായിട്ടുള്ള നെട്ടോട്ടത്തിൽ അവരുടെ സമാധാനം പോകുന്നു. അല്ലെങ്കിൽ വിശക്കുന്നവന് വിശപ്പ് മൂലം അവന് സമാധാനം പോകുന്നു. കണ്ടമാനം കാശുണ്ടാക്കിയവന് അത് പിന്നെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള ചിന്ത വെച്ചിട്ട് അവൻ്റെ സമാധാനം പോകുന്നു. അടുത്ത തലമുറ അത് മര്യാദയ്ക്ക് കൊണ്ടു നടക്കുമോ എന്ന് ആലോചിച്ച് അവന് ഉറക്കം വരികയില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും ശാശ്വതമായ സമാധാനം ഈ ലോകത്തിന് നമുക്ക് നൽകാൻ കഴിയുകയില്ല. യഥാർത്ഥ സമാധാനം നൽകാൻ സാധിക്കുന്നവൻ കർത്താവ് മാത്രം. ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. അനുദിനം നമ്മുടെ ദൈവാനുഭവം വളരട്ടെ. അനുദിനം അവൻ വളരുകയും നമ്മൾ കുറയുകയും വേണം. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.